Okay, dear students. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആ ചാപ്റ്ററിലെ നെയിമിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പല രൂപത്തിലുള്ള നെയിമിംഗ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നെയിമിംഗ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് എവിടെയാ ഡിസ്കസ് ചെയ്തിരുന്നത്? അവസാനം നിർത്തിയത് ഏത് പാർട്ടിലായിരുന്നു? ഫങ്ഷണൽ ഗ്രൂപ്പ്സിന്റെ നോമൻക്ലേച്ചർ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നോമൻക്ലേച്ചറിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അത് ലാസ്റ്റ് എഴുതിയ എക്സാമ്പിൾ ഒന്ന് വായിച്ചാ. 2-methyl butanol. 2-methyl butanol. 2-methyl butanol ആണ് വരച്ചിട്ടുണ്ടാവും അല്ലെ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോമ്പൗണ്ട് നോക്കാം. നമുക്ക് CH3 CH2 CO CH3 ഇതിന്റെ പേരെന്തായിരിക്കും? CO എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അത് ഏത് കോമ്പൗണ്ടാ? CO കീറ്റോൺ. CO കീറ്റോൺ ആണ്. കീറ്റോൺ ആകുമ്പോ നമ്മൾ എന്താ പേരിൽ കൊടുക്കുക? ONE. ഓൺ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ബ്യൂട്ടനോൺ. 4 കാർബണാറ്റ് ഉണ്ട്, അപ്പൊ നമ്മൾ ബ്യൂട്ടൈൻ എന്ന് കൊടുക്കും അല്ലെ? ബ്യൂട്ടൈൻ ചേർത്തി കൊടുക്കുമ്പോ ലാസ്റ്റ് വേണ്ട, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ബ്യൂട്ടാൻ. എത്രാമത്തെ കാർബണിലാണ് കീറ്റോൺ? 2 കേട്ടോ. CO എന്നുള്ളതിലെ കാർബണും കൂടെ നമ്മൾ എണ്ണണം. അപ്പൊ ഇവിടുന്ന് എണ്ണാണെങ്കിൽ 1 2. രണ്ടാമത്തെ കാർബൺ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ബ്യൂട്ടാൻ 2 ഓൺ. ബ്യൂട്ടാൻ 2 ഓൺ അല്ലെങ്കിൽ 2 ബ്യൂട്ടനോൺ എന്നും പറയാം. ബ്യൂട്ടാൻ 2 ഓൺ. ഓക്കെ, ബ്യൂട്ടാൻ 2 ഓൺ. നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് നോക്കാം. CH3 CH2 COOH ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും? പ്രൊപ്പനോയിക് ആസിഡ്. COOH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആണ്. അവിടെ നമ്മൾ ഓയിക് ആസിഡ് എന്നാണ് ചേർത്തി കൊടുക്കേണ്ടത്. 3 കാർബണാറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് നെയിം ഈസ് പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് അതായത് പ്രൊപ്പാൻ 1 ഓയിക് ആസിഡ് ആണ്. പ്രൊപ്പാൻ 1 ഓയിക് ആസിഡ്. 1 ആയതുകൊണ്ട് നമ്മൾ നമ്പറിങ് നിർബന്ധമില്ല. സോ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് എഴുതാം. പ്രൊപ്പനോയിക് ആസിഡ്. ക്ലിയർ ആണല്ലോ? അതെ. ഓക്കെ, ഇതിന്റെ പേരെന്താ? ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട് ഇവിടെ, ക്ലോറിൻ. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH. ഈ രണ്ടും വന്നാൽ നമ്മൾ ആർക്കാ ലോവസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്? COOH. ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ലോവസ്റ്റ് നമ്പർ കൊടുക്കുക. ഇനിയിപ്പോ ഒരു ഡബിൾ ബോണ്ടും വന്നു, ഫങ്ഷണൽ ഗ്രൂപ്പും വന്നു, ആർക്കാ ലോവസ്റ്റ് നമ്പർ കൊടുക്കുക? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞോ. 2 ക്ലോറോ ബ്യൂട്ടാൻ 1 ഓയിക് ആസിഡ്. എത്ര ക്ലോറോ? 2 ക്ലോറോ 2 ഹൈഫൺ സെക്കൻഡ് പൊസിഷനിൽ. എവിടെ എങ്ങനെ സെക്കൻഡ് പൊസിഷൻ ആവുക? നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടണ്ടേ? ഇവിടുന്ന് എണ്ണണ്ടേ? അവിടുന്ന്. ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3. മൂന്നാമത്തെ കാർബണിലല്ലേ ക്ലോറിൻ? അപ്പൊ പേരെന്താ? 3 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്.
3-chloro butanoic acid. ഡൗട്ട് ഉള്ളവർ ചോദിക്കാനുണ്ടോ? 3-chloro butanoic acid. 3-chloro butanoic acid. അടുത്തത് ബാക്കിയൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത് പേരൊന്ന് കൊടുത്തു നോക്ക്. ഈ 3 എണ്ണത്തിനൊന്ന് പേര് കൊടുക്കുക. ഡൗട്ട് ഉണ്ടാകും, ഉണ്ടെങ്കിൽ ചോദിക്കാം. ട്രൈ ചെയ്ത് നോക്കിയോ? കിട്ടിയോ? നോക്കി, ഒന്നാമത്തേന് എന്താ പേരിട്ടി? ഇതിന്റെ പേരെന്താ? പെന്റ് 2-in-1-ol. നമുക്ക് ടോട്ടൽ 5 കാർബൺ ആറ്റം. സോ പെന്റ്. പിന്നെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ആർക്കാ ലോവസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്? ഫങ്ഷണൽ ഗ്രൂപ്പിന്. അപ്പൊ നമ്മൾ ഇവിടുന്ന് എണ്ണാൻ തുടങ്ങാം. അപ്പൊ ഒന്നാമത്തെ കാർബണിൽ ആരുണ്ട്? OH, ആൽക്കഹോൾ ആണ്. അപ്പൊ ഓൾ എന്ന് ചേർക്കണം. രണ്ടാമത്തെ കാർബൺ ആരാണ്? ഡബിൾ ബോണ്ടും ആണ്. അപ്പോ ഈനും ഉണ്ട്, ആൽക്കഹോൾ ഓളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പേര് കൊടുക്കും? പെന്റ് 2-ene. രണ്ടാമത്തെ സ്ഥലത്ത് ഡബിൾ ബോണ്ട്. 1-ol. ഒന്നാമത്തെ സ്ഥലത്ത് ആൽക്കഹോൾ. പെന്റ് 2-ene 1-ol. ഓക്കെ. ഇനി അടുത്തത് നോക്ക്. ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഈ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാലേ ഒന്നിനെ മെയിൻ ഗ്രൂപ്പ് ആയിട്ട് എടുക്കും. അതായത് മോളിക്കുലാർ വെയിറ്റ് കൂടുതൽ ആരാണോ അയാളാണ് അവിടുത്തെ മെയിൻ ഗ്രൂപ്പ്. അതാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതല്ലാത്ത ഗ്രൂപ്പിനെ നമ്മൾ സബ്സിഡിയറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡിയറി എന്നൊക്കെ വിളിക്കാം. അപ്പൊ അത് അവിടെ എന്തല്ല, അവിടുത്തെ എല്ലാ പ്രോപ്പർട്ടീസും തീരുമാനിക്കുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല സബ്സിഡിയറി എന്ന് പറഞ്ഞാല്. മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇപ്പൊ COയും COOHും വന്നാൽ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നമ്മൾ ആരെടുക്കുക? കാർബോക്സിലിക് ആസിഡിനെ എടുക്കുക. അപ്പൊ CO എന്നുള്ളത് എന്താണ്? സബ്സിഡിയറി ഗ്രൂപ്പാണ്. ഈ സബ്സിഡിയറി ഗ്രൂപ്പ് ആകുമ്പോ COയെ നമ്മള് കീറ്റോൺ എന്നല്ല വിളിക്കുക, പകരം ഓക്സോ എന്നാണ് വിളിക്കുക. സബ്സിഡിയറി ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോ COയുടെ പേരെന്താണ്? ഓക്സോ.
സബ്സിഡിയറി ആയിട്ട് OH വന്നാൽ അതിന്റെ പേര് ഹൈഡ്രോക്സോ. ഹൈഡ്രോക്സോ എന്നോ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ എന്നോ പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ പേരെന്തായിരിക്കും വരിക? 3-oxo-butane 1-oic acid. നീ പറഞ്ഞത് 3-oxo ബ്യൂട്ടാൻ 1-oic ആസിഡ്. ചെറിയൊരു കറക്ഷൻ ഉണ്ട്. കാരണം CO എന്നുള്ളത് നമ്പർ കൊടുക്കുമ്പോഴേ ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണല്ലോ. അപ്പൊ അവിടെ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ CO ആരായിട്ട് അറ്റാച്ച് ചെയ്തു നോക്കിയിട്ടാണ് നമ്പറിങ് ചെയ്യാം. അത് ഈ സെക്കൻഡറി ഫങ്ഷണൽ ഗ്രൂപ്പ് ഏത് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തു എന്നാണ് നോക്കുക. നമ്മൾ നേരത്തെ കീറ്റോണ് മാത്രം നോക്കിയപ്പോ സിയും ഓയും തമ്മിലാണ് നോക്കിയത്. ഇവിടെ CO ആരായിട്ട് അറ്റാച്ച് ചെയ്തു നോക്കും. അപ്പൊ നോക്കുക, CO ഇയാളായിട്ടല്ലേ അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക? അതെ. അപ്പൊ നമ്മൾ നമ്പറിങ് ഒന്ന് മാറ്റി. ഇത് നമ്പർ 1, നമ്പർ 2. രണ്ടാമത്തെ കാർബണിലേക്കാണ് ആര് വന്നിട്ടുള്ളത്? CO. അപ്പൊ എന്താ പേര് വരിക? 2-oxo-butane 1-oic acid. 2-oxo-butane 1-oic acid. അതായത് 2-oxo-butanoic acid. 2-oxo-butanoic acid. ഓക്കെ. ഇനി അതേപോലെ അടുത്തതിന്റെ പേര് കൊടുക്ക്. ഇതേ രൂപത്തിൽ ഇതിന്റെ പേരും പാടെ കൊടുക്ക്. ഇവിടെ CHO ആൽഡിഹൈഡും ഉണ്ട്, CO കീറ്റോണും ഉണ്ട്. വരുമ്പോ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ലോവസ്റ്റ് നമ്പറിങ് ചെയ്യേണ്ടത് ആൽഡിഹൈഡിനാണ്. നിങ്ങൾക്ക് ഒരു നോട്ട് സാർ അയച്ചു തന്നിട്ടുണ്ടാവും. ആ നോട്ടില് ആ നമ്പറിങ് കൊടുക്കേണ്ട കൃത്യമായ ഓർഡർ ആ നോട്ടിലുണ്ട്. അപ്പൊ നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് വായിച്ചു നോക്കണം. അവ CHOയും ആൽഡിഹൈഡും ഉണ്ട്, പിന്നെ ഓക്സോ ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ ഇതിന്റെ പേരെന്താ? 2-oxo-butane 1-al. 2-oxo-butane 1-al. That is butanol. 2-oxo-butanol. 2-oxo-butanol. Okay. 2-oxo-butanol. Yes. ഓക്കെ. ഇപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ട് പേരിടാനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ, ബെൻസീൻ റിങ്ങുമായിട്ട് എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ടാവും. അപ്പൊ എങ്ങനെ പേരിടാനും കൂടെ ആയാൽ എന്തായി, തൽക്കാലം പേരിടൽ അവസാനിപ്പിക്കാൻ പറ്റും. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും കേട്ടോ, എന്നാലേ ഇതിങ്ങനെ പറയാനൊക്കെ കഴിയുള്ളൂ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവില്ല എല്ലാവരും? വായിക്കട്ടെ. എഴുതി. യാ. അടുത്ത നെയിമിംഗ് ഓഫ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ആരോമാറ്റിക് കോമ്പൗണ്ടുകൾക്ക് എങ്ങനെ പേര് കൊടുക്കാം? നോക്ക്, ഇതിന്റെ പേരെന്താ? Benzene. ബെൻസീൻ. ഈ കോമ്പൗണ്ട് പേരെന്താണ്? ബെൻസീൻ. ഇത് വരച്ചു നോക്ക്, ബെൻസീൻ. ബെൻസീൻ വരച്ചോ.
സാറാ നടൂല സർക്കിള് ഡബിൾ ബോണ്ടുകളല്ലേ അതായത് പിന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കല്. ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് കൊടുക്കുമല്ലോ, അതിന് പകരം എന്ത് ചെയ്താൽ മതി, സർക്കിൾ കൊടുത്താലും മതി. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ട് ഇങ്ങനെ ഏത് രൂപത്തിൽ വരച്ചാലും ഇത് ബെൻസീനാണ്. വരച്ചില്ലേ? ഇനി ബെൻസീന്റെ കൂടെ നിങ്ങൾ ഒരു CH3 എന്ന് എഴുതാം. ബെൻസീന്റെ കൂടെ CH3. അപ്പൊ ഈ കോമ്പൗണ്ട് പേരെന്താവും? ബെൻസീൻ. CH3 എന്ന് പറഞ്ഞാൽ മീഥൈൽ എന്നല്ലേ? അപ്പൊ മീഥൈൽ ബെൻസീൻ. അപ്പൊ ഇതിന്റെ പേരെന്തായി? മീഥൈൽ ബെൻസീൻ. ബെൻസീന്റെ കൂടെ CH3 വന്നാൽ മീഥൈൽ ബെൻസീൻ. നിങ്ങൾ ഫോളോ ചെയ്യാനുണ്ടോ? ബെൻസീന്റെ കൂടെ NH2 വന്നാലോ? NH2 അമിനോ ഗ്രൂപ്പ് ആണ് റെപ്രസെന്റ് ചെയ്യാതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ബെൻസീന്റെ കൂടെ NH2 വന്നാൽ എന്ത് വരും? ബെൻസീന്റെ കൂടെ NH2 വന്നാൽ എന്താ വരിക? നൈട്രോബെൻസീൻ. NH2 അമിനോ ഗ്രൂപ്പ്. അപ്പൊ എന്താ വരിക? അമിനോബെൻസീൻ. 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 NH2 വന്നാൽ അമിനോബെൻസീൻ. NO2 വന്നാലോ? NO2. NO2 എന്ന് പറഞ്ഞാൽ നൈട്രോ ഗ്രൂപ്പ്. അപ്പൊ ബെൻസീന്റെ കൂടെ NO2 വന്നാൽ നൈട്രോബെൻസീൻ. ബെൻസീന്റെ കൂടെ NO2 വന്നാൽ നൈട്രോബെൻസീൻ. നൈട്രോബെൻസീൻ. ബെൻസീന്റെ കൂടെ ക്ലോറിൻ വന്നാലോ? ക്ലോറോബെൻസീൻ. ബെൻസീന്റെ കൂടെ ക്ലോറിൻ വന്നാൽ ക്ലോറോബെൻസീൻ. ബെൻസീന്റെ കൂടെ OH വന്നപ്പോഴോ? ബെൻസീന്റെ കൂടെ OH വന്നാൽ അതിന്റെ പേരെന്താ? ഫിനോൾ. ഫിനോൾ. ഹൈഡ്രോക്സിൽ ബെൻസീൻ ആണ് ഫിനോൾ എന്നാണ് വിളിക്കുക കേട്ടോ. ഫിനോൾ. ഫിനോൾ. OH വന്നപ്പോ ഫിനോൾ. ബെൻസീന്റെ കൂടെ OCH3 വന്നാൽ അതിന്റെ പേരെന്താ? OCH3. നമുക്ക് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ O വന്ന ഈതർ എന്നാണ് വിളിക്കുക. ഈതർ. ബെൻസീന്റെ കൂടെ OCH3 വന്ന പേര് മെത്തോക്സി. മീഥൈൽ ഗ്രൂപ്പിന്റെ കൂടെ ഓക്സിജൻ, അതാണ് മെത്തോക്സി. പിന്നെ ഇതിന്റെ പേര് ബെൻസീൻ. മെത്തോക്സി ബെൻസീൻ. മെത്തോക്സി ബെൻസീൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇപ്പൊ ഇതിന്റെ പേരെന്താ? ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ. ഇപ്പൊ ഇതിന്റെ പേരെന്താ? 1,2 ഡൈക്ലോറോബെൻസീൻ. 1,2 ഡൈക്ലോറോബെൻസീൻ. 1,2 ഡൈക്ലോറോബെൻസീൻ. 1,2 ഡൈക്ലോറോബെൻസീൻ. നോക്കി, 1,2 എന്നുള്ളതിനെയാണ് നമ്മൾ ഓർത്തോ എന്നാണ് വിളിക്കുക. 1,2 എന്നുള്ള പൊസിഷന്റെ പേരെന്താണ്? ഓർത്തോ. അപ്പൊ ഇതിനെ വിളിക്കാവുന്ന വേറെ പേരാണ് 1 ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ. 1,2 പൊസിഷന്റെ പേര് ഓർത്തോ. 1,2 പൊസിഷന്റെ പേര് ഓർത്തോ.
അപ്പൊ നിങ്ങളൊരു 1,3 ഡൈക്ലോറോബെൻസീൻ വരച്ച 1,3 ഡൈക്ലോറോബെൻസീൻ 1,3 ഡൈക്ലോറോബെൻസീൻ അല്ലെ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു ക്ലോറിൻ, രണ്ടാമത്തെ സ്ഥലത്ത് ഇല്ല, മൂന്നാമത്തെ സ്ഥലത്ത് ക്ലോറിൻ, ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. അതെ. 1,3 എന്നുള്ളതിനെ വിളിക്കുന്ന പേര് മെറ്റ എന്നാണ് പറയാ. 1,3യുടെ പേര് മെറ്റ. അപ്പൊ മെറ്റ ഡൈക്ലോറോബെൻസീൻ, അതാണ് 1,3 ഡൈക്ലോറോബെൻസീൻ. 1,3 എന്നുള്ള പൊസിഷന്റെ വേറെ പേരാണ് മെറ്റ. മെറ്റ. ഓക്കെ. അപ്പൊ ഇനി 1,4 ഡൈക്ലോറോബെൻസീൻ വരക്ക്. 1,4 ഡൈക്ലോറോബെൻസീൻ. ഇങ്ങനെ വരച്ചൂടെ? നേരെ ഓപ്പോസിറ്റിനെ നമ്മൾ പാര എന്നാണ് വിളിക്കുക അല്ലെ. ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പാര ചെയ്യാന്നൊക്കെ പറയില്ലേ, എതിരായിട്ട് ചെയ്യല. അപ്പൊ 1,4 എന്നുള്ളതിനെ പാര, 1,4 എന്നുള്ളതിനെ പറയാ പാര. അപ്പൊ ഇതിന്റെ പേര് പാരാ ഡൈക്ലോറോബെൻസീൻ. പാരാ ഡൈക്ലോറോബെൻസീൻ. പാരാ ഡൈക്ലോറോബെൻസീൻ. ഓക്കെ. ഇപ്പൊ അത്യാവശ്യം പേരിടാനൊക്കെ പഠിച്ചില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാച്ചാലേ പേര് അവര് തരും, സ്ട്രക്ചർ അമ്മോട് വരക്കാൻ പറയും. പേര് തന്നിട്ട് സ്ട്രക്ചർ വരക്ക. ചെറിയൊരു ഹെഡിങ് കൊടുക്ക്, റൈറ്റിംഗ് ദ സ്ട്രക്ചറൽ ഫോർമുല. റൈറ്റിംഗ് ദ സ്ട്രക്ചറൽ ഫോർമുല ഫ്രം ദ UPSC നെയിം. Writing the structural formula from the IUPAC name. അത് പേര് അവര് തരും, സ്ട്രക്ചർ നമ്മൾ വരക്കണം. നമുക്കൊരു 1-2 വരച്ചു നോക്കാം. ഒന്ന്, ഫസ്റ്റ് ഞാൻ വരക്കാൻ തരുന്നത് കുറച്ച് വലുതാ. 3 amino 4 methyl hex 4 in all. 3 amino 4 methyl hex 4 in all. എങ്ങനെ ഇപ്പൊ ഇത് വരയ്ക്കുക? നോക്ക്, ഇത് അത്യാവശ്യം വലുതാ. അത് പഠിച്ച നിങ്ങൾക്ക് ഏതും വരക്കാൻ പറ്റണം. ഇവിടുത്തെ റൂട്ട് വേർഡ് ഏതാ? ഹെക്സ് എന്നുള്ളതല്ലേ. ഹെക്സ് എന്ന് പറയുമ്പോ എത്ര കാർബണാറ്റ് ഉണ്ടാവും? 6 എണ്ണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 6 കാർബണാറ്റം മാത്രം വരക്കും. 6 കാർബണാറ്റം വരച്ചു. എന്നിട്ട് നോക്കുക, ആദ്യം ഇപ്പുറത്തേക്കുള്ള അങ്ങോട്ട് വായിച്ചു നോക്കുക. ഹെക്സ് 4 in all. ആൾ എന്നുള്ളതാണ് അപ്പൊ ആര്? ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ? ആളല്ലേ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൾ എന്ന് പറഞ്ഞാൽ ആരാണ്? CHO. എപ്പോഴും ശ്രദ്ധിക്കുക, CHO എന്നുള്ളതിന്റെ നമ്പർ ഇവിടെ എത്രയാണ്? 1 ആണ്. ഈ ഈനാണ് 4 എന്നുള്ള നമ്പർ ഉള്ളത്. 4 E എന്ന് പറഞ്ഞാല് ഡബിൾ ബോണ്ടിന് 4ാമത്തെ പൊസിഷൻ. ആൽഡിഹൈഡ് എപ്പോഴും 1ാമത്തെ പൊസിഷനിലേ ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇപ്പൊ ഇവിടുന്നാണ് നമ്മൾ നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ കാർബണിനെ പിടിച്ച് എന്താക്കുക? CHO ആക്കാം. അതിന്റെ അപ്പുറത്ത് വേറെ CHO എഴുതരുത്. അപ്പൊ ടോട്ടൽ 7 കാർബണാറ്റ് ആവും. ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബണും കൂടെ ഇതിൽ പെടണം. അപ്പൊ CHO. അപ്പൊ ഇത് ആല് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ആദ്യമൊക്കെ ജസ്റ്റ് സിംഗിൾ ബോണ്ട് കൊടുത്ത് വെച്ച് നോക്കുക കേട്ടോ. ഡബിൾ ബോണ്ട് വേണം നമുക്കറിയാം. ഇനി നോക്കുക, 4 E. ഇത് ഫസ്റ്റ് കാർബൺ, അതിന്റെ പൊസിഷനാണ് ഈ കാണുന്നത്. ഇത് സെക്കൻഡ് കാർബൺ, അതിൻ്റെ ഈ കാണുന്നത്.
തേർഡ് കാർബൺ. ഫോർത്ത് കാർബണിൽ എന്തുണ്ടാവും? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട്. അപ്പോഴാണ് 4 അപ്പൊ ഈ ബോണ്ട് എന്താക്കി? ഡബിൾ ബോണ്ട് ആക്കി. അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി 4 നാലാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കുക. നോക്ക് 1 2 3 4. നാലാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കുക. ഏതാ? CH3 മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. 3 അമിനോ. മൂന്നാമത്തെ കാർബണിൽ ആര് കൊടുക്കുക? അമിനോ. അമിനോ ഗ്രൂപ്പ് പറഞ്ഞ ആരാ? NH2. അപ്പൊ 1 2 3. മൂന്നാമത്തെ കാർബണിൽ ഒരു NH2 കൊടുത്തു. ഇനി ബാക്കിയൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാം. കാർബണിന്റെ ഇപ്പുറത്തേക്ക് ഒരു ബോണ്ട്, അപ്പൊ ഒരു 3 ഹൈഡ്രജൻ. ഈ കാർബണ് 1 2 3 3 ബോണ്ട്, അപ്പൊ ഒരു ഹൈഡ്രജൻ. ഈ കാർബണിന് 4 ബോണ്ട് ഉണ്ട്, അപ്പൊ ഇനി ഒന്നും വേണ്ട. ഈ കാർബണിന് 3 ബോണ്ട്, അപ്പൊ ഒരു ഹൈഡ്രജൻ. 2 ബോണ്ട്, അപ്പൊ 2 ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് ആ കോമ്പൗണ്ട് കേട്ടോ. അത് കഴിഞ്ഞവര് അടുത്തൊന്ന് ചെയ്തു നോക്കാം. കഴിഞ്ഞാൽ പറയാനട്ടോ. 6 methyl octane 3 ol പറഞ്ഞോ. വേർഡ് റൂട്ട് ഏതാ? ഒക്ട്. ഒക്ട് എന്ന് പറയുമ്പോ എത്ര കാർബൺ? 8. 3 4 5 6 7 8 കാർബൺ. AN ആണ്, അപ്പൊ നേരെ സിംഗിൾ ബോണ്ട് ആണ് കൊടുക്കുക. 3 ol മൂന്നാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ്. അപ്പൊ ഇവിടുന്ന് എന്നാണെങ്കിലോ 1 2 3. ആ മൂന്നാമത്തേൽ എന്ത് ചെയ്യാം? OH ഗ്രൂപ്പ് കൊടുത്ത്. ആറാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് എണ്ണി, രണ്ടാമത്തെ കൊടുക്കപ്പെടുന്ന അങ്ങോട്ട് എണ്ണ, അങ്ങനെയൊന്നും പാടില്ല. ഏതെങ്കിലും ഒരു രൂപത്തിൽ മാത്രമേ എണ്ണ കേട്ടോ. അപ്പൊ 1 2 3 4 5 6. ആറാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്, അതായത് CH3. ബാക്കി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തോ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതോടെ എന്ത് ചെയ്യാം? തൽക്കാലം നമുക്ക് പേരിടൽ അങ്ങോട്ട് അവസാനിപ്പിക്കാം. എന്തായാലും പേരിടുന്ന ഭാഗത്തുനിന്ന് ഒരു 3 4 മാർക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഏതെങ്കിലും 2 3 മെത്തേഡ്, 1 2 പേര് തന്നിട്ട് സ്ട്രക്ചർ എഴുതാൻ വേണ്ടി പറയും, പിന്നെ സ്ട്രക്ചർ തന്നിട്ട് പേര് എഴുതാൻ വേണ്ടി പറയും. രണ്ടും ഉണ്ടാവും.
സോ അടുത്ത ടോപ്പിക്ക് ഐസോമറിസം. ഐസോമറിസം ശ്രദ്ധിക്കുക. ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 10th ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഐസോമറിസം എന്താണ്? ഐസോമറിസം സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. അതായത് കോമ്പൗണ്ടുകൾ, ദ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. അത്തരം കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്നാണ് വിളിക്കുക, ഐസോമറുകൾ. ആ ഫിനോമിനന്റെ പേരാണെന്ത്? ഐസോമറിസം. അതിപ്പോ നമ്മൾ 2 കോമ്പൗണ്ട് എടുക്കുക, രണ്ടാളുടെയും കെമിക്കൽ ഫോർമുല സെയിം ആണ്. അതായത് രണ്ടെണ്ണത്തിലുള്ള കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെണ്ണമൊക്കെ സെയിം ആണ്. ബട്ട് ദേ ആർ ഡിഫറെന്റ്. അവരുടെ സ്ട്രക്ചർ എന്താണ്? ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് പ്രോപ്പർട്ടി എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അത്തരത്തിലുള്ള സെയിം കെമിക്കൽ ഫോർമുല കാണിക്കുന്ന, ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല കാണിക്കുന്ന കോമ്പൗണ്ടുകളെയാണ് ഐസോമേഴ്സ് എന്ന് വിളിക്കുക. ആ ഫിനോമിനന്റെ പേരെന്താണ്? ഐസോമറിസം എന്നാണ് പറയപ്പെടുക, ഐസോമറിസം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്ക്. ഐസോമറിസം എഴുതി വെച്ചോ. ദ കോമ്പൗണ്ട്സ് ഹാവിങ് same chemical formula, the compounds having same chemical formula but different structures are called isomers. And the phenomenon, ആ പ്രതിഭാസം, the phenomenon is called isomerism. The phenomenon is called isomerism. Isomerism. Okay? Okay. അതായത് 2 കോമ്പൗണ്ടുകൾ, രണ്ടാളുടെയും കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കും, ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല, അതായത് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. ആ ഫിനോമിനൻ, ആ പ്രതിഭാസത്തിന്റെ പേരാണ് ഐസോമറിസം. ഇനി നമ്മൾ നോക്കേണ്ടത് ഓർഗാനിക് കോമ്പൗണ്ടുകൾ 2 ടൈപ്പ് ഐസോമറിസമാണ് പ്രധാനമായിട്ടും കാണിക്കുക. പ്രധാനമായിട്ടും ഓർഗാനിക് കോമ്പൗണ്ടുകൾ കാണിക്കുന്ന ഐസോമറിസം 2 ടൈപ്പാണ്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസം. അതായത് സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാകുന്ന ഐസോമറിസമാണ് സ്ട്രക്ചറൽ ഐസോമറിസം. ഇനി ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെ നമ്മൾ വെക്കുമ്പോൾ ആറ്റങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അപ്പൊ അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, അത് വെക്കുന്ന സ്ഥലത്തിൽ വ്യത്യാസം ഉണ്ടാവാം. അതിന് വിളിക്കുന്ന പേര് സ്റ്റീരിയോ ഐസോമറിസം എന്നാണ് വിളിക്കുക. സ്റ്റീരിയോ ഐസോമറിസം. ആ സ്ട്രക്ചറൽ ഐസോമറിസവും സ്റ്റീരിയോ ഐസോമറിസവും, ഇതാണ് പ്രധാനപ്പെട്ട 2 ടൈപ്പുകൾ. ആ സ്ട്രക്ചറൽ ഐസോമറിസം എങ്ങനെ ഉണ്ടാവാം? ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ, സ്ട്രക്ചറിൽ വ്യത്യാസം വരാം. അത് പല രൂപത്തിലുണ്ടാവാം. അപ്പൊ സ്ട്രക്ചറൽ ഐസോമറിസത്തിലെ ഫസ്റ്റ് വണ്ണ് നമ്മൾ നോക്കാം. ഞാനൊരു എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഐസോമറിസത്തിലേക്ക് വരാം. അപ്പൊ ഈ സ്ട്രക്ചറൽ ഐസോമറിസത്തിന്റെ 4 ടൈപ്പ്, അതാണ് നമുക്ക് ചോദിക്കാൻ. സ്റ്റീരിയോന്റെ ഭാഗം ജസ്റ്റ് എന്താണ് സ്റ്റീരിയോ എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിലായിട്ട്, ഓർഗാനിക് കെമിസ്ട്രിയുടെ +1 ഒരു ചാപ്റ്ററും +2 4 ബാക്കിയുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ കോമ്പൗണ്ടിലെയും സ്റ്റീരിയോ ഐസോമറിസത്തെ പറ്റി നമ്മൾ അവിടെ പഠിക്കുള്ളൂ. അപ്പൊ ഇവിടെ സ്ട്രക്ചറൽ ഐസോമറിസം 4 ടൈപ്പ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ചെയിൻ ഐസോമറിസം. ഹെഡിങ് എഴുതിക്കോ, ചെയിൻ ഐസോമറിസം. ചെയിൻ ഐസോമറിസം.
നിങ്ങൾ ചെയിൻ ഐസോമറിസം നട്ടിങ് എഴുതിയോ? ഇനി ഞാൻ പറയുന്ന രണ്ട് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു വെക്കാം. ഒന്ന് ബ്യൂട്ടെയിൻ, മറ്റൊന്ന് 2-methyl propane. ബ്യൂട്ടെയിനും 2-methyl propane. ഈ രണ്ട് പേരും എഴുതിയിട്ട് അതിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം. വരച്ചപ്പോ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? അതെ. ഇവിടെ നോക്ക്, ആദ്യത്തേതില് ടോട്ടൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4. അപ്പൊ നമ്മള് C4 എന്ന് എഴുതി. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 10. 10 അല്ലെ. 3, 2, 5, 2, 7, 3, 10 ഹൈഡ്രജൻ ആറ്റം. അപ്പൊ C4H10. C4H10. രണ്ടാമത്തേല് ടോട്ടൽ എത്ര കാർബൺ ആറ്റാ? 4. അപ്പൊ നമ്മൾ അവിടെ C4 എന്ന് എഴുതാം. ടോട്ടൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? 10 ഹൈഡ്രജൻ. C4H10. സെയിം കെമിക്കൽ ഫോർമുല അല്ലേ? സെയിം മോളിക്കുലാർ ഫോർമുല ആണല്ലോ ഉള്ളത്. പക്ഷെ ഒരേ കോമ്പൗണ്ട് ആണോ? അല്ല. ഇത് ബ്യൂട്ടൈൻ ആണ്, ഇത് പ്രൊപ്പൈന്റെ കോമ്പൗണ്ടാ. ഇത് ബ്യൂട്ടൈനും ഇത് 2-methyl propane. അപ്പോ ഈ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലാണ് വ്യത്യാസം വന്നത്. ഇവിടത്തെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4. രണ്ടാമത്തെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലോ? 3. അപ്പൊ കാർബൺ ചെയിനിലെ അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ചെയിനിലെ കാർബണിന്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നു. അത്തരം ഐസോമറിസത്തിന്റെ പേരാണെന്ത്? ചെയിൻ ഐസോമറിസം. ചെയിനിലെ കാർബണിന്റെ എണ്ണം വ്യത്യാസം വന്നാൽ ആ ഐസോമറിസത്തിന്റെ പേരെന്താണ്? ചെയിൻ ഐസോമറിസം എന്നാണ് വിളിക്കുക. ഓക്കെ, ചെയിൻ ഐസോമറിസം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എന്നാ ജസ്റ്റ് അതിന്റെ പേര് നിങ്ങൾ എഴുതി, പിന്നെ ഈ കോമ്പൗണ്ട് പേര് എഴുതിയിട്ടുണ്ടാവും, സ്ട്രക്ചർ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. ഇനി അതിന്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എഴുതിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ദിസ് എറൈസസ്, ഇത് ഉണ്ടാകുന്നത്, ദിസ് എറൈസസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ the nature of carbon chain. This arises due to the difference in the nature of carbon chain. കാർബൺ ചെയിനിന്റെ സ്വഭാവത്തിൽ, അതായത് കാർബണിന്റെ എണ്ണത്തിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കാർബൺ ചെയിനിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതുകൊണ്ടുണ്ടാകുന്ന ഐസോമറിസത്തിന്റെ പേരാണെന്ത്? ചെയിൻ ഐസോമറിസം. ക്ലിയർ അല്ലേ? അപ്പൊ അതിന് വേറൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യാ, ഒരു 2-3 കോമ്പൗണ്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾ പിന്നീട് വരച്ചു നോക്കിയാൽ മതി ഐസോമർ ആണോ നോക്കാം കേട്ടോ. ഇത് രണ്ടും ഒരു ചെയിൻ ഐസോമർ ആണ്. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതി, പെൻഡെയിൻ. 2-methyl butane. അവർ തമ്മിൽ ചെയിൻ ഐസോമർ ആവും. 2-methyl butane. 2-methyl butane ആരറ്റ് ചെയിൻ ഐസോമർ ആവും? അതും കൂടെ എഴുതിക്കും. 2,2-dimethyl propane. 2,2-dimethyl propane. ഈ 3 കോമ്പൗണ്ട് തമ്മിൽ എന്താണ്? ചെയിൻ ഐസോമറുകളാണ്.
പെൻറ്റൈൻ, 2-methyl butane, 2,2-dimethyl propane. അതിന്റെ സ്ട്രക്ചറുകൾ വരക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ കേട്ടോ. ഓക്കെ ഓക്കെ. ആ, അപ്പൊ നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം. ചെയിൻ ഐസോമറിസം കഴിഞ്ഞു. രണ്ടാമത്തത് പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം. ഓക്കെ, ഞാൻ രണ്ട് കോമ്പൗണ്ട് വരച്ചു. ഒന്നാമത്തേന്റെ പേരെന്താ? ക്ലോറോപ്രൊപ്പൈൻ. ക്ലോറോപ്രൊപ്പൈൻ, അതായത് 1 ക്ലോറോപ്രൊപ്പൈൻ. ഓക്കെ, രണ്ടാമത്തേന്റെ പേരോ? 2 ക്ലോറോപ്രൊപ്പൈൻ. 2 ക്ലോറോപ്രൊപ്പൈൻ. രണ്ടും തമ്മിൽ ഐസോമർ ആയിരിക്കൂലേ? ഒന്ന് നോക്ക്, ഐസോമേഴ്സ് ആണോ എന്നുള്ളത്. അതെ അല്ലെ? രണ്ടും കാർബണും ഹൈഡ്രജനും ക്ലോറിന്റെ ഒക്കെ എണ്ണം രണ്ടിലും ഈക്വൽ ആണ്. അപ്പൊ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. രണ്ടും ഐസോമർ ആണ്. ഒന്ന് 1 ക്ലോറോപ്രൊപ്പൈൻ, മറ്റൊന്ന് 2 ക്ലോറോപ്രൊപ്പൈൻ. അപ്പൊ എന്ത് ഐസോമർ ആയിരിക്കും ഇവര്? എവിടെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? എന്തിന്റെ പൊസിഷനില്? സബ്സ്റ്റിറ്റ്വന്റിന്റെ. അല്ലെ? പകരം വന്ന ഒരാൾ, അതാണ് സബ്സ്റ്റിറ്റ്വന്റ്. ഇവിടെ ക്ലോറിൻ ആണ് സബ്സ്റ്റിറ്റ്വന്റ്. ഇവിടെ ക്ലോറിൻ വന്നത് ഒന്നാമത്തെ കാർബണിലേക്കാണ്, ഇവിടെ ക്ലോറിൻ വന്നത് രണ്ടാമത്തെ കാർബണിലേക്കാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്വന്റിന്റെ പൊസിഷനിൽ വ്യത്യാസം വന്നാൽ ആ ഐസോമറിസത്തിന്റെ പേരാണെന്ത്? പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം. അപ്പൊ 1 ക്ലോറോപ്രൊപ്പൈൻ, 2 ക്ലോറോപ്രൊപ്പൈൻ. അതേപോലെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിൽ വ്യത്യാസം വരാം. അപ്പോഴും നമ്മൾ എന്താ വിളിക്കുക? പൊസിഷൻ ഐസോമറിസം. അതേപോലെ ആൽക്കഹോള് OH ഗ്രൂപ്പ് വരും. 1 പ്രൊപ്പാൻ 1 ഓളും പ്രൊപ്പാൻ 2 ഓളും. അപ്പൊ അവിടെ എന്താ വ്യത്യാസം? ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ സെയിം ആണ്, വ്യത്യാസം വരുന്ന എവിടെയാണ്? പൊസിഷൻ ആണ്. അപ്പൊ അതിനെ പൊസിഷൻ ഐസോമറിസം എന്നാണ് വിളിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് രണ്ടും വരയ്ക്കുക, ഇതിന്റെ പേരെഴുതുക, എന്നിട്ട് എന്താണ് പൊസിഷൻ ഐസോമറിസം എന്ന് എഴുതി വെക്കണം. ഇത് എഴുതി കഴിഞ്ഞിക്കണോ? പൊസിഷൻ ഐസോമറിസം എന്താന്ന് എഴുതി വെച്ചോ. ഇറ്റ് എറൈസേഴ്സ് due to difference in the position of the substituent atom. The position of the substituent atom or group or multiple bond. മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് കേട്ടോ. ഓർ മൾട്ടിപ്പിൾ ബോണ്ട് ഇൻ ദ സെയിം കാർബൺ ചെയിൻ. അതായത് ഒരേ കാർബൺ ചെയിൻ ആയിരിക്കണം, ഒരേ ആറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പ് ആയിരിക്കാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ഒരു ഗ്രൂപ്പാണ്, ഒന്നിലധികം ആറ്റങ്ങൾ ഉണ്ടല്ലോ.
അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ ഒക്കെ പൊസിഷൻ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് മാറ്റിവെച്ചാൽ അതിന്റെ പേരാണ് പൊസിഷൻ ഐസോമറിസം. അപ്പൊ അതിന്റെ അടുത്തൊരു എക്സാമ്പിള് പേര് ഞാൻ പറയാം, സ്ട്രക്ചർ നിങ്ങൾ പിന്നീട് വരച്ചാൽ മതി കേട്ടോ. ബ്യൂട്ട് 1 ഈൻ ബ്യൂട്ട് 2 ഈൻ. ബ്യൂട്ട് 1 ഈനും ബ്യൂട്ട് 2 ഈനും തമ്മിൽ അതിന്റെ സ്ട്രക്ചർ വരച്ചാൽ മനസ്സിലാവും ഏത് ഐസോമറിസ് ആണ് കാണിക്കുക. കാരണം ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം മാറൂലേ മക്കളെ? മാറൂലേ? ആ മാറും, ആ സ്ഥാനം മാറും. അപ്പൊ അതുകൊണ്ട് എന്ത് വിളിക്കും? പൊസിഷൻ ഐസോമറിസം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതെ. ആ നമ്മൾ ചെയിൻ ഐസോമർസ് എന്ന് പറയുമ്പോൾ കാർബൺ ചെയിനിന്റെ അതിൽ വ്യത്യാസം വരിക അല്ലെ. ഒന്നിലിപ്പോ 4 കാർബൺ ആണെങ്കിൽ മറ്റൊന്നിൽ 3 കാർബൺ ആവാം. ആ ലെവലിൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തില് ലോങ്ങസ്റ്റ് ചെയിനിലെ കാർബണിന്റെ എണ്ണം വ്യത്യാസം വന്നാൽ ചെയിൻ ഐസോമറിസം. ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ ബോണ്ട് ഇവ അറ്റാച്ച് ചെയ്യുന്ന പൊസിഷൻ വ്യത്യാസം വന്നാൽ അതിന്റെ പേര് പൊസിഷൻ ഐസോമറിസം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നോക്ക്, ഇത് രണ്ടും ഐസോമർ ആണോ എന്ന് ആദ്യം പറയും. ഐസോമർ ആണ്. 2 കാർബൺ ആറ്റം, ഇവിടെയും 2 കാർബൺ ആറ്റം, 6 ഹൈഡ്രജൻ, ഇവിടെയും 6 ഹൈഡ്രജൻ, 1 ഓക്സിജൻ, ഇവിടെയും 1 ഓക്സിജൻ. ആ സെയിം കെമിക്കൽ ഫോർമുല, ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. ഇവരമ്മിൽ ഐസോമറാണ്. എവിടെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. നോക്ക്, ഇവിടത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോൾ എന്നുള്ളതാണ്. OH ആൽക്കഹോൾ. ഇവിടത്തെ ഫങ്ഷണൽ ഗ്രൂപ്പോ 2 ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ O വന്ന ഈതർ എന്നാണ് വിളിക്കുക. 2 ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ ഓക്സിജൻ വന്നാൽ എന്താണ്? ഈതർ എന്ന് വിളിക്കും. അപ്പൊ ആൽക്കഹോളും ഈതറും തമ്മില് ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടാവുമ്പോൾ ആ ഐസോമറിസത്തിന്റെ പേരെന്തായിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസം അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, രണ്ടും പറയാം. ഫങ്ഷണൽ ഐസോമറിസം. നമ്മൾ ഇതിന്റെ പേരെന്ന് പറഞ്ഞ ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? എത്തനോൾ. എത്തനോൾ. ഇതിന്റെ പേരോ ഈതറാണ്. അവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇല്ലേ? അപ്പൊ ഈതറിന്റെ പേര് ഡൈമീഥൈൽ ഈതർ എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ മെത്തോക്സി മീഥൈൽ എന്നൊക്കെ വിളിക്കും. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാ? ഡൈമീഥൈൽ ഈതർ. ഡൈമീഥൈൽ ഈതർ. അപ്പൊ എത്തനോളും ഡൈമീഥൈൽ ഈതറും തമ്മിൽ ഏത് ഐസോമറിസം കാണിക്കും? ഫങ്ഷണൽ ഐസോമറിസം കാണിക്കും. ഫങ്ഷണൽ ഐസോമറിസം. ക്ലിയർ ആയോ എന്താ ഫങ്ഷണൽ ഐസോമറിസം എന്നുള്ളത്? ക്ലിയർ. ഓക്കെ ആണോ? എവിടെ വ്യത്യാസം വരുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം. അപ്പൊ എഴുതി വെച്ചോ, ഫങ്ഷണൽ ഐസോമറിസം എന്താന്ന് എഴുതി വെക്ക. ഇറ്റ് അറൈസസ് ഡ്യൂ ടു difference in the nature of functional group, present in the isomers. സാറാ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയും. It arises due to difference in the nature of functional group present in the isomers. ഐസോമറുകളിൽ പ്രസന്റ് ആയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം വരുമ്പോ അവിടെ കാണിക്കുന്ന ഐസോമറിസത്തെയാണ് എന്തെന്ന് വിളിക്കുക?
ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസം. ഓക്കെ. അപ്പൊ ആരൊക്കെ തമ്മിൽ അപ്പൊ ഫങ്ഷണൽ ഐസോമറിസം കാണിക്കണത്? ആൽക്കഹോളും ഈതറും തമ്മിൽ കേട്ടോ. ഫങ്ഷണൽ ഐസോമേഴ്സ് ആകുന്ന ആൾക്കാര് ആൽക്കഹോൾ ആൻഡ് ഈതർ. ആൽക്കഹോളും ഈതറും. പിന്നെ ഞാൻ ഒരു വേറെ കോമ്പൗണ്ട് വരക്കാം. നിങ്ങൾ ഇത് വരച്ചു കഴിഞ്ഞിട്ടില്ലേ? എന്നാ ഞാൻ ഒരു 2 കോമ്പൗണ്ട് പറയാം, നിങ്ങളത് വരച്ചു നോക്കാം. അപ്പൊ ആരൊക്കെ തമ്മിലാന്നൊന്ന് പറഞ്ഞാൽ മതി. ഒന്ന് പ്രൊപ്പനാൽ. പ്രൊപ്പനാൽ. ഒന്ന് പ്രൊപ്പനോൺ. ONE. പ്രൊപ്പനോൺ. പ്രൊപ്പനാളും പ്രൊപ്പനോണും അവര് തമ്മില് ഫങ്ഷണൽ ഐസോമറാണ്. അപ്പൊ ഏതൊക്കെ ഗ്രൂപ്പുകൾ തമ്മിലാ ഫങ്ഷണൽ ഐസോമറിസം കാണിച്ചത്? ആൽക്കഹോൾ. അല്ല, പ്രൊപ്പനാൾ. ആൾ. ആൽഡിഹൈഡും ആൽക്കഹോളും. ആൽക്കഹോൾ. അല്ല, പ്രൊപ്പനോൺ എന്നാ ഞാൻ പറഞ്ഞു. ONE. പ്രൊപ്പനോൺ കീറ്റോൺ. ONE. പ്രൊപ്പനോൺ. അപ്പൊ ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ എന്തുണ്ടാവും? ഫങ്ഷണൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ ഫങ്ഷണൽ ഐസോമറിസം കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ കോമ്പൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് എഴുതിത്തരാം. പ്രൊപ്പനാള്, പ്രൊപ്പനോൺ. ഇത് രണ്ടും നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി. ഇവർ തമ്മിൽ എന്തായിരിക്കും? ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്നു എന്ന് മനസ്സിലാവും. അപ്പൊ ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്നു. ഓക്കെ. അപ്പൊ ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നാൽ അതിന്റെ പേര് ഫങ്ഷണൽ ഐസോമറിസം. ഇനി സ്ട്രക്ചറലില് ഒന്നും കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെറ്റാമറിസം എന്ന് പറയും. 4-മത്തത് മെറ്റാമറിസം. മെറ്റാമറിസം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്ക്, ഇതിന്റെ പേരെന്താ? ഇത് CO എന്നാണ്. ഇവിടെ CO തന്നെയാണ്. ഇതിന്റെ പേരെന്തായിരിക്കും? 3-pentanone. 3-pentanone. ഇതിന്റെ പേരോ? 2-pentanone. 2-pentanone. ഓക്കെ, ഇത് 3-pentanone അത് 2-pentanone. അപ്പൊ നമുക്ക് തോന്നും അവര് ഏത് ഐസോമറിസ് ആണ്? പൊസിഷൻ ഐസോമർ ആയിട്ട് വരില്ലേ? ആ പൊസിഷന് വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇവിടെ ഇപ്പോ ഫങ്ഷണൽ ഗ്രൂപ്പ് CO എന്നുള്ളതാണ് അല്ലെ? ഇത് CO, ഇതും CO. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക്, നന്നായിട്ട് ശ്രദ്ധിക്കണം, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസം വരാം. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസം വന്നാൽ ആ ഐസോമറിസത്തിന്റെ പേര് മെറ്റാമറിസം എന്നാണ് വിളിക്കുക. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസം വന്നാൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? മെറ്റാമറിസം. ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിലേക്ക് ഇവിടെ നിന്ന് വന്നത് ആരാ? CH3 CH2 അല്ലെ? ഈഥൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആരാ വന്ന്? CH2 CH3. അതായത് ഈഥൈൽ ഗ്രൂപ്പ് തന്നെ. ഈ CO എടുക്കാം. ഇവിടെ നിന്ന് ആരാ വന്ന്? മീഥൈൽ ഗ്രൂപ്പ്. മീഥൈൽ.
ഇപ്പുറത്തെ സൈഡിന്നോ പ്രൊപ്പൈൽ ഗ്രൂപ്പ്. പ്രൊപ്പൈൽ. അപ്പൊ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരികയാണെങ്കിൽ, അങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസം വന്നാൽ ആ ഐസോമറിസത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാം? മെറ്റാമറിസം എന്ന് വിളിക്കാൻ പറ്റും. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നാൽ അതിന്റെ പേരെന്താണ്? മെറ്റാമറിസം. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് മെറ്റാമറിസം അല്ലല്ലോ. അപ്പൊ ആദ്യം ഏതിൽ ഇതും തമ്മിലാണ് മെറ്റാമറിസം. ഒരു കോമ്പൗണ്ട് മാത്രമല്ല കേട്ടോ. അപ്പൊ ഈ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, രണ്ടും ഒരേ ആൾക്കാരല്ലേ വരുന്നതെന്നാണ്. അതല്ല നോക്കുക, ഈ കോമ്പൗണ്ടും തമ്മിലാണ് എന്ത്? മെറ്റാമറിസം കാണിക്കുക. ഐസോമർ ആവണമെങ്കിൽ രണ്ട് കോമ്പൗണ്ട് വേണ്ടേ? അതും തമ്മിൽ മെറ്റാമറിസം കേട്ടോ. കാരണം ഇതിൽ വരുന്നവര് ഈഥൈൽ ഗ്രൂപ്പുകളാണ് വരുന്നത്, അവിടെ മീഥൈലും പ്രൊപ്പൈലും ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈഥൈൽ, അതിന് പകരം ഇവിടെ മീഥൈൽ, ഇവിടെ ഈഥൈൽ, അതിന് പകരം അവിടെ പ്രൊപ്പൈൽ. അതാണ് വ്യത്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ജസ്റ്റ് ഇത് എഴുതിയിട്ട് ഇതിന്റെ പേരും എഴുതി വെക്കുക, എന്നിട്ട് ഡെഫിനിഷനിലേക്ക് പോവാം. ഇതിന്റെ പേരെന്താണ്? 3-pentanone, അല്ലെങ്കിൽ പെന്റാൻ 3-on. മറ്റേത് 2-pentanone. ഓക്കെ, എഴുതുന്ന അരമണിക്കൂറുള്ളൂ. നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. എഴുതിക്കോ. ഇറ്റ് arises due to difference in nature of alkyl groups, attached to the same functional groups. It arises due to the difference in nature of alkyl groups attached to the same functional groups. Same functional groups. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തായി? ഐസോമറിസവും കഴിഞ്ഞു. ഓക്കെ, പിന്നെ അടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു ഒരൊറ്റ മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അതോടുകൂടെ ചാപ്റ്റർ അവസാനിക്കും. നാളെ നമ്മൾ ഹൈഡ്രോ കാർബൺ എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഹൈഡ്രോ കാർബൺ. നാളെയും അടുത്തൊരു ക്ലാസ്സിലും കൂടെ ആയിട്ട് അത് വൈൻഡപ്പ് ചെയ്യും. പിന്നെ 2 ക്ലാസ്സോടുകൂടെ കെമിക്കൽ ബോണ്ടിങ്ങും.
മക്കളെ വായിച്ച് ക്ലിയർ ആണെങ്കിൽ പറഞ്ഞോളി. ഓക്കെ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. നമ്മളെ നെയിമിങ് കഴിഞ്ഞു, ഐസോമറിസം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഒന്ന് അനാലിസിസ് നടത്താം. അതിന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഏതെങ്കിലും എലമെന്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ക്വാളിറ്റേറ്റീവ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്തായാലും ഉണ്ടാവുന്ന രണ്ട് എലമെന്റ് ഏതൊക്കെയാ? കാർബണും ഹൈഡ്രജനും ഉണ്ടാവും അല്ലെ? കാർബണും ഹൈഡ്രജനും ഉണ്ടാവും. പിന്നെ ഈ ഹൈഡ്രജനെ ഒന്നൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പകരം വല്ല നൈട്രജനോ സൾഫറോ ക്ലോറിനോ ഇവരൊക്കെ വരാം. അപ്പൊ അവരൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അവരെ പ്രസൻസ് ചെക്ക് ചെയ്യുന്നതിന്റെ പേര് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇനി എത്രത്തോളം ഉണ്ട് അതിന്റെ എമൗണ്ട് ചെക്ക് ചെയ്യുന്നതിന്റെ പേര് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പൊ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും നമുക്ക് പഠിക്കാണ്ട് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. സോ ഫസ്റ്റ് ഹെഡിങ് എഴുതിക്കോ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇപ്പൊ നമുക്ക് അറിയേണ്ടത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ പ്രധാനമായിട്ടും കാർബണും ഹൈഡ്രജനും ഉണ്ടാവും. ചില കോമ്പൗണ്ടുകളിൽ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻ, ഫോസ്ഫറസ് ഇതുണ്ടായിരിക്കാം. ആരൊക്കെ ഉണ്ടാവുക? കാർബൺ, ഹൈഡ്രജൻ, ഇത് കോമൺ ആണ്. പിന്നെ ബാക്കി ചിലയിടത്ത് എന്തുണ്ടാവും? ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, ഹാലജൻ. ഹാലജൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, അതിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നമുക്ക് 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കാർബണും ഹൈഡ്രജനും അതേപോലെ നൈട്രജൻ. ഈ 3 എണ്ണത്തെയും ഡിറ്റക്ട് ചെയ്യുക, അതിന്റെ പ്രസൻസ് ചെക്ക് ചെയ്യുക, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ. ഓക്കെ, അപ്പൊ ഏതൊക്കെ എലമെന്റ് ഉണ്ടാവും എന്നൊക്കെ ആരെങ്കിലൊക്കെ ചോദിച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കുക? കാർബണും ഹൈഡ്രജനും പുറമെ ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പിന്നെ ഹാലജനുകൾ, ഇവരൊക്കെ എന്ത് ചെയ്യാം? ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടായിരിക്കാം. മനസ്സിലാവുണ്ടോ? മനസ്സിലായി. ആ, ഇനി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണത് കാർബണും ഹൈഡ്രജനും എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക, എങ്ങനെ മനസ്സിലാക്കും അതിന്റെ പ്രസൻസ്. അപ്പൊ ഹെഡിങ് എഴുത്, ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഡിറ്റക്ഷൻ ഓഫ് മസ്റ്റ് ആണെങ്കിൽ പിന്നെ അതിന്റെ ഡിറ്റക്ഷൻ ടെസ്റ്റ് നെസസറി അല്ല. നമ്മളടുത്ത് ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്ന് ഇപ്പൊ നമ്മളടുത്ത് ഒരാൾ പറഞ്ഞു വിചാരിക്കാം. അത് ഓർഗാനിക് തന്നെ ആണോ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? അതെ. അപ്പൊ അതിന് എന്ത് വേണം? അതിൽ കാർബൺ ഉണ്ടോ ഹൈഡ്രജൻ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അപ്പൊ ആദ്യം ഞാൻ അതിന്റെ ചെറിയൊരു നോട്ട് തരാം, എന്നാലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ആദ്യം അത് എഴുതി വെക്ക്, എങ്ങനെയാണ് കാർബണും ഹൈഡ്രജനും ഡിറ്റക്ട് ചെയ്യാന്നുള്ള എഴുതിക്കോ. ഓർഗാനിക് കോമ്പൗണ്ട്
is heated with copper oxide CuO. ഇത് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. heated with copper oxide. Full stop. Carbon present in the compound. Carbon present in the compound is oxidized to ഈ കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടെങ്കിൽ അവര് ഇതുമായി കൂടിച്ചേർന്ന് ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡയോക്സൈഡ്. ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ടു വാട്ടർ. ഹൈഡ്രജൻ ടു വാട്ടർ. Full stop. Carbon dioxide can be tested. Carbon dioxide CO2 can be tested by passing through carbon dioxide can be tested. Test ചെയ്യാൻ പറ്റും. Can be tested by passing through, അതിനെ പാസ് ചെയ്യാം, by passing through lime water, by passing through lime water, which turns milky, എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. which turns milky. And water can be tested with anhydrous copper sulfate, anhydrous CuSO4, anhydrous copper sulfate, which turns blue, blue color ആയിട്ട് മാറും. which turns blue. ഓക്കെ, നിങ്ങൾ ഇത്ര എഴുതിയോ? which turns blue വരെ എഴുതിയില്ലേ? ഇനി ആ എഴുതിയ സെന്റൻസ് ജസ്റ്റ് ഒന്നൊരു വായിച്ചു നോക്ക്. എന്നാ ഞാൻ പറയുമ്പോൾ ഒന്നും കൂടെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കെ, ഞാൻ പറഞ്ഞതേ, ഇപ്പൊ നമ്മളടുത്തൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ആരെ വെച്ച് ഹീറ്റ് ചെയ്യാം? കാർബൺ വെച്ച്, അല്ല സോറി, കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യാം, CuO. അങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടെങ്കിൽ ഈ കാർബൺ CuOയുമായി കൂടിച്ചേർന്ന്, കോപ്പർ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് കാർബണിന് ഓക്സിഡേഷൻ സംഭവിക്കും. അതായത് ഈ ഓക്സിജൻ കാർബണിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ വരണമെങ്കിൽ 2 CuO എടുക്കണം, അപ്പോഴേ ബാലൻസ് ആയി പോവുള്ളൂ. അപ്പൊ കാർബണും ഈ 2 ഓക്സിജനും കൂടെ എന്താവും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് പിന്നെ അവിടെ ആര് ബാക്കിണ്ടാവും? 2Cu അല്ലെ? ഈ കാർബൺ ഓക്സിഡേഷൻ നടന്നിട്ടല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറാ? കാരണം ഇവിടെ സിയുടെ കൂടെ ആരുമില്ല, ഇവിടെ ചെന്നപ്പോ കാർബണിന്റെ കൂടെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ അതാണ് ഓക്സിഡേഷൻ. അപ്പൊ കാർബൺ കോപ്പർ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. ഇനി നമ്മളെ കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉണ്ട് വിചാരിക്കുക. ഹൈഡ്രജൻ കോപ്പർ ഓക്സൈഡുമായിട്ട് കൂടിച്ചേരാം.
ഹൈഡ്രജൻ കോപ്പർ ഓക്സൈഡുമായിട്ട് കൂടിച്ചേരുക. 2 ഹൈഡ്രജൻ എടുത്തു, കോപ്പർ ഓക്സൈഡായിട്ട് കൂടിച്ചേർന്നു. എന്ത് ഫോം ചെയ്യും? H2O. ഈ 2 ഹൈഡ്രജനും ഈ ഒരു ഓക്സിജനും കൂടെ H2O പ്ലസ്. അവിടെ ആര് ബാക്കി ഉണ്ടാവും? കോപ്പർ. ഇപ്പൊ കാർബൺ ഉണ്ടെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അവിടെ വാട്ടർ ഉണ്ടാവും. ഇനി ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ എങ്ങനെ ചെക്ക് ചെയ്യാം? ഈ കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മള് സ്ലൈക്കഡ് ലൈമിലൂടെ പാസ് ചെയ്യാം, ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യാം. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാ പ്രോഡക്റ്റ് കിട്ടുക? ആ, കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. അങ്ങനല്ലേ കിട്ടുക? അതല്ലേ കിട്ടുക? കാൽഷ്യം കാർബണേറ്റും വാട്ടറും അല്ലെ? നിങ്ങൾ എസ് ബ്ലോക്ക് എലമെന്റിൽ നമ്മൾ പഠിക്കുന്നതാ. കാൽഷ്യം കാർബണേറ്റും വാട്ടറും കിട്ടി. ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ മിൽക്കി കളറാണ്, നല്ല വൈറ്റ് കളറായിരിക്കും. അപ്പൊ നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇതിലൂടെ പാസ് ചെയ്തതെങ്കിൽ അവിടെ എന്ത് കിട്ടും? ഒരു മിൽക്കി കളർ അപ്പിയർ. മിൽക്കി കളർ ടേൺസ് ടു മിൽക്കി കളർ കിട്ടും. മിൽക്കി കളർ കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എന്നാണ് മീനിങ്. അപ്പൊ അങ്ങനെ മിൽക്കി കളർ കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ലൈം വാട്ടറിലൂടെ പാസ് ചെയ്തത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആ കോമ്പൗണ്ടിൽ കാർബൺ വേണം. മനസ്സിലാവുണ്ടോ? മനസ്സിലായി. ആ, ഇനി വാട്ടർ ഉണ്ടായോന്ന് അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വാട്ടർ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വാട്ടറിന്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ആ വസ്തുവിനെ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ഷൻ നടക്കുക. അൺഹൈഡ്രസ് CuSO4. കോപ്പർ സൾഫേറ്റ്, വാട്ടർ ഇല്ലാത്ത കോപ്പർ സൾഫേറ്റ് കളർലെസ് ആയിരിക്കും. അതാണ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ്, കളർലെസ് ആണ്. അതിക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഈ വാട്ടർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് കളർ കിട്ടുന്നു? എന്ത് കളർ കിട്ടും? ബ്ലൂ കളർ കിട്ടും. നോർമൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്. അപ്പൊ ബ്ലൂ കളർ കിട്ടുന്നുണ്ടോ നമ്മൾ മനസ്സിലാക്കുക ഇതിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. വാട്ടർ ഉണ്ടാവണമെങ്കിൽ ആര് വേണം? ഹൈഡ്രജൻ വേണം. അപ്പൊ കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ 3 റിയാക്ഷൻ ഒന്ന് എഴുതി വെച്ചാ നമ്മളെ പറഞ്ഞതൊക്കെ ഈ 3 റിയാക്ഷന്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ നോക്കാം. ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ. നൈട്രജൻ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക? Detection of nitrogen. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമ്മളടുത്തൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ടില് നൈട്രജൻ ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന്റെ പേര് ലസൈൻസ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക. ലസൈൻസ് ടെസ്റ്റ്. അപ്പൊ നൈട്രജനും അതേപോലെ സൾഫറും ഹാലജനും ഒക്കെ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റിന്റെ പേരാണ് ലസൈൻ ടെസ്റ്റ്. ഈ ലസൈൻ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് അപ്പൊ നമ്മളടുത്ത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കുറച്ച് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഒരു പൊടി വയ്ക്കാരം. ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യാം? നമ്മളൊരു ഒരു ഫ്യൂഷൻ ട്യൂബ് എന്ന് പറഞ്ഞൊരു ട്യൂബ് ഉണ്ട്. വളരെ ചെറിയൊരു ട്യൂബാണ്.
ആ ട്യൂബില് ഒരു ചെറിയ സോഡിയത്തിന്റെ കഷ്ണം അതിലേക്ക് ഇടുക. സോഡിയം മെറ്റൽ, ചെറിയൊരു സോഡിയത്തിന്റെ കഷ്ണം എന്ത് ചെയ്യുക, ഫ്യൂഷൻ ട്യൂബിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളെ ഓർഗാനിക് കോമ്പൗണ്ടും ഈ ഫ്യൂഷൻ ട്യൂബിൽ അതിലേക്ക് തന്നെ ഇടുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഉള്ള ഫ്യൂഷൻ ട്യൂബിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യാം. ഹീറ്റഡ് അപ് ടു റെഡ് ഹോട്ട് എന്നാ പറയാം. ചോപ്പ് കളറാവുന്നത് വരെ എന്ത് ചെയ്യാം, നന്നായിട്ട് ചൂടാക്കാം. അങ്ങനെ ചൂടാക്കിയിട്ട് നമ്മളൊരു പാത്രത്തില് ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തു വെക്കും. ഒരു ചൈന ഡിഷ് എന്നാണ് പറയാ. ഒരു പാത്രത്തില് ഒരു കുണ്ടൻ പാത്രത്തിൽ എന്ത് ചെയ്യുക, ഡിസ്റ്റിൽഡ് വാട്ടർ, വെള്ളം എടുത്തു. എന്നിട്ട് ഈ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നമ്മൾ ഈ ഫ്യൂഷൻ ട്യൂബ്, നല്ല ചൂടായ ഫ്യൂഷൻ ട്യൂബിനെ അതിലേക്ക് പൊട്ടിച്ചിടും. അങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ആ പാത്രത്തിൽ ആരൊക്കെ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഈ ഫ്യൂഷൻ ട്യൂബ് ഒരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിന്റെ ചില്ലിന്റെ കഷ്ണങ്ങൾ ഉണ്ടാവും. പിന്നെ ഓർഗാനിക് കോമ്പൗണ്ടും സോഡിയം ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതിലാണ് ഇപ്പൊ പാത്രത്തിൽ ഉണ്ടാവുക. അതിന് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യാം, തിളക്കണത് വരെ ചൂടാക്കാം. ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു ഫിൽട്ടർ പേപ്പറിലൂടെ ഈ പാത്രത്തിലുള്ള മുഴുവൻ സാധനം ഒരു ഫിൽട്ടർ പേപ്പറിലൂടെ താഴത്തൊരു ബീക്കറിലേക്ക് നമ്മൾ എടുക്കുക. അപ്പൊ ആ ബീക്കറിലേക്ക് വന്ന് വീഴുന്ന ആ വെള്ളം, അതിന്റെ പേര് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്നാണ് പറയാ. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് നമുക്ക് കിട്ടി. എന്നിട്ട് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് കുറച്ച് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ, കുറച്ച് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക ഒരു ടെസ്റ്റ് ട്യൂബില്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. കുറച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യാം. ഒന്ന് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കണം, എന്നിട്ടൊന്ന് തണുപ്പിക്കണം. എന്നിട്ട് കുറച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബ്ലൂ കളർ സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കും. ടെസ്റ്റ് ട്യൂബിൽ ഒരു ബ്ലൂ കളർ സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ നൈട്രജൻ പ്രസന്റ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബ്ലൂ കളർ സൊല്യൂഷൻ തരുന്ന വസ്തു അവിടെ ആരാണ്, നൈട്രജൻ ആണ്. അവ നൈട്രജൻ പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കും. ആ ടെസ്റ്റ് ആണ് നമ്മൾ ഇനി എഴുതാൻ പോണത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ, ഇപ്പൊ നമ്മളടുത്തുള്ള ഓർഗാനിക് കോമ്പൗണ്ട് പ്ലസ് സോഡിയം മെറ്റൽ, അത് രണ്ടും കൂടെ ഒരു ഫ്യൂഷൻ ട്യൂബിലാക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കാം. എന്നിട്ട് ആ ചൂടാക്കിയതിനെ ഒരു പാത്രത്തിൽ ഡിസ്റ്റിൽഡ് വാട്ടർ, നോർമൽ വാട്ടർ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ചൂടായ ഫ്യൂഷൻ ട്യൂബ് അതിലേക്ക് പൊട്ടിച്ചിടുക. എന്നിട്ട് ആ സൊല്യൂഷൻ മുഴുവൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം, ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ഫിൽട്ടർ പേപ്പറിലൂടെ എന്ത് ചെയ്യുക, അത് മുഴുവനായിട്ട് ഒരു ബീക്കറിലേക്ക് പാസ് ചെയ്യിപ്പിക്കുക. ആ സ്വാഭാവികമായിട്ടും ആ ചില്ലിന്റെ കഷ്ണങ്ങളൊക്കെ ഫിൽട്ടർ പേപ്പർ തങ്ങി പിടിച്ച് നിൽക്കും. സൊല്യൂഷൻ മാത്രമേ താഴത്തേക്ക് വരുള്ളൂ. ആ സൊല്യൂഷന്റെ പേരെന്താണ്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്നാണ് വിളിക്കുക. അങ്ങനെ ഇന്ന് കുറച്ച് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കാം ഒരു ടെസ്റ്റ് ട്യൂബിൽ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം, ഹീറ്റ് ചെയ്യാം, ജസ്റ്റ് കൂൾ ചെയ്യാം. പുറത്തു കൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ തണുപ്പിക്കാൻ പറ്റും, കൂൾ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. അങ്ങനെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഓർ ഗ്രീൻ കളർ നമുക്ക് കിട്ടും. ചിലപ്പോൾ ബ്ലൂ സൊല്യൂഷൻ ആവും, ചിലപ്പോൾ ഒരു ഇളം ബ്ലൂ ആവാം, ഗ്രീൻ ആവാം. ഇത് ഏകദേശം അതേ രൂപത്തിലുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൽ പിന്നെ ഉണ്ടാവുക. അങ്ങനെ ആ ബ്ലൂ ഓർ ഗ്രീൻ കളർ കിട്ടിയാൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക, പ്രസൻസ് ഓഫ് നൈട്രജൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിക്കണോ? മനസ്സിലായി. യെസ്, ഓക്കെ. അത് നമുക്ക് അതും കൂടെ എഴുതാം. പിന്നെ ക്വാണ്ടിറ്റേറ്റീവിൽ ഒരു ടെക്നിക്കും കൂടെ ആയാൽ നമ്മളെ ചാപ്റ്റർ കഴിയും. അപ്പൊ ഇതൊന്ന് എഴുതി വെക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിക്കണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ സാറ് അയച്ചെന്ന നോട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാലും മതി. നിങ്ങൾ അത് എഴുതുവോ? അതേ സെന്റൻസ് തന്നെയാണ് ഞാനിപ്പോ ഇതിൽ ഉപയോഗിക്കാൻ നിൽക്കുന്നത്. നോട്ട് നിങ്ങൾക്ക് അയച്ചു തന്നില്ല? സാർ കൈ കൊണ്ട് എഴുതിയ ടൈപ്പാണോ? അല്ലല്ല, ഒരു HSS റിപ്പോർട്ടറിന്റെ ഇത് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ടേ ഫുൾ ചാപ്റ്ററിൽ ഒരു നോട്ട് കിട്ടിയെന്നാ. ഫുൾ കെമിസ്ട്രി എല്ലാ ലെസന്റെയോ? എല്ലാ ലെസന്റെയും അത് കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആർക്കെങ്കിലും കിട്ടിയിക്കണോ മക്കളെ? ഇല്ലെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടുതരാൻ വേണ്ടി പറയാം. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ
അത് ഗ്രൂപ്പിലിടും. അതേ സെന്റൻസ് ആണ് ഞാൻ ഇവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് ഉടനെ ജിതിൻ സാർ എന്ത് ചെയ്യും, നിങ്ങളെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഭാഗം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ വേറെ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഭാഗത്തിന്റെ നോട്ട് ഞാൻ അതേ നോട്ട് തന്നെയാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഭാഗം അതേപോലെ അങ്ങോട്ട് നോക്കി എഴുതിയാൽ മതി. ഏത് ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ. ഓക്കെ ആണോ? അപ്പോ കാരണം നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അടുത്തൊരു പ്രോബ്ലം ആണ് അടുത്ത ഭാഗത്ത് നിന്ന് ചോദിക്കുക. അപ്പൊ അതും കൂടെ നമുക്കത് ചെയ്യാം. അപ്പൊ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ എന്നുള്ള ഹെഡിങ് നിങ്ങൾ എഴുതുക. അതിന്റെ നോട്ട് എന്ത് ചെയ്യണം, സാർ അയച്ചിരുന്നതിന് ആ നോട്ട് അതേപോലെ നോക്കി എഴുതുക കേട്ടോ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോട്ട് അതേപോലെ ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? അതിന് നിങ്ങളൊരു 5-6 ലൈൻ വിട്ടോ, ഒരു 6 ലൈൻ വിട്ടോ. മാക്സിമം അത്രേ വരുള്ളൂ. നിങ്ങൾ വലിയ എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 1/2 പേജൊക്കെ വിട്ടോ. നല്ല വലുതാക്കി എഴുതുന്നവരൊക്കെ ആണെങ്കിലേ അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് കഴിഞ്ഞു. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഹെഡിങ് കൊടുക്ക്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, അവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കാർബൺ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഹൈഡ്രജൻ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യലാണ് എസ്റ്റിമേഷൻ. അപ്പൊ ഹെഡിങ് എഴുത്, എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബൺ ആൻഡ് ഹൈഡ്രജൻ മാത്രമേ ഫോക്കസ് ഏരിയയിലുള്ളൂ? അതെ അതെ. എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി നമ്മളവിടെ കാർബണിന്റെ പെർസെൻറ്റേജ് എത്ര, അല്ലെങ്കിൽ ആ കിട്ടിയ ഒരു തന്ന കോമ്പൗണ്ടില് എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഉണ്ട്, ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോ ചെറിയ ഒരു രൂപത്തിലായിട്ട് ഒരു ഇക്വേഷൻ എഴുതി വെച്ചോ. പെർസെൻറ്റേജോ ഒരു മിനിറ്റ്. ഈ എസ്റ്റിമേഷൻ ഓഫ് കാർബണും ഹൈഡ്രജനും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിന്റെ പേര് ലെബിക്സ് മെത്തേഡ് എന്നാണ് വിളിക്കുക കേട്ടോ. ലെബിക്സ് മെത്തേഡ്. ലെബിക്സ് മെത്തേഡ്. ഈ മെത്തേഡിലൂടെയാണ് കാർബണിന്റെയും ഹൈഡ്രജന്റെയും അളവ് എത്ര ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യാം. ലെബിക്സ് മെത്തേഡ്. നോക്കുക, അതില് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു, ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണാം? പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു, ഇക്വേഷൻ എഴുതിക്കോ, 2 ഇൻറ്റു, അതായത് വാട്ടറിലാണ് ഈ ഹൈഡ്രജന്റെ നോക്കുന്നത് കേട്ടോ. അപ്പൊ വാട്ടറിൽ H2ന്റെ മാസ് എത്ര? 2. അതാണ് 2 ഇൻറ്റു എ ഇൻറ്റു എ എന്താന്നൊക്കെ പറഞ്ഞുതരാം. 2 ഇൻറ്റു എ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ടറിന്റെ മോളിക്യുലർ മാസ്. യെസ്. അപ്പൊ 18 ഇൻറ്റു W. 18 ഇൻറ്റു W. ഓക്കെ, ഇവിടെ ഇപ്പൊ അറിയാത്തത് ഏതൊക്കെയാണ്? എയും ഡബ്ല്യു അല്ലേ? അതെ. എ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ, മോളിക്യുലർ മാസ് അല്ല, അവരുടെ മാസ് തരും, ഗിവൺ മാസ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ.
W എന്ന് പറഞ്ഞ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. A weight of water, W weight of organic compound. അപ്പൊ നമ്മൾ കാർബണിന്റെയും കൂടെ നോക്കാം, എന്നിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈക്വൽ ടു, കാർബൺ ഡയോക്സൈഡിലാണ് കാർബണിന്റെ നമ്മൾ നോക്കുന്നത്. അപ്പൊ കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? 12. അപ്പൊ നമ്മളിവിടെ എന്തും 12. ഇപ്പൊ ഹൈഡ്രജൻ വാട്ടറിന്റെ വെയിറ്റിനെ എ എന്ന് കൊടുത്തത് കൊണ്ട് കാർബൺ ഡയോക്സൈഡിന്റെ വെയിറ്റ് നമുക്ക് ബി എന്ന് കൊടുക്കാം. ബി 12 ഇൻറ്റു ബി ഇൻറ്റു പെർസെൻറ്റേജ് ആണ്, അപ്പൊ 100 ഡിവൈഡഡ് ബൈ കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലർ മാസ് എത്ര? 44 gram. 44 ഇൻറ്റു ഡബ്ല്യു. 44 ഇൻറ്റു ഡബ്ല്യു. ഓക്കെ, ഇവിടെ ബി എന്തായിരിക്കും? Weight of CO2. വെയിറ്റ് ഓഫ് CO2. ബി എന്ന് പറഞ്ഞാല് വെയിറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് CO2. ബി എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് CO2. ഓക്കെ, ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിന്റെ എല്ലാ ഭാഗവും, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യും. ക്വസ്റ്റ്യൻ തരട്ടെ? Okay. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഓൺ കംപ്ലീറ്റ് കമ്പഷൻ. എല്ലാവരും ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. എഴുതി കഴിഞ്ഞു. ഓക്കെ. ഓൺ കംപ്ലീറ്റ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക. ഓൺ കംപ്ലീറ്റ് കമ്പഷൻ 0.2365 gram organic compound, 0.2365 gram organic compound gave 0.153 gram CO2, 0.153 gram CO2, 0.136 gram H2O, water, 0.136 gram H2O. Full stop. Determine the percentage of carbon and hydrogen. Determine the percentage of carbon and hydrogen in the organic compound. The percentage of carbon and hydrogen in the organic compound. കാർബണിന്റെയും ഹൈഡ്രജന്റെയും പെർസെൻറ്റേജ് കാണുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. പറഞ്ഞോ, ഹൈഡ്രജന് കാണുമ്പോഴേ ഇവിടെ എ എന്താ വരിക? എ വരിക 0.136 gram. എ വാട്ടറിന്റെ വെയിറ്റ്. അപ്പൊ ഇതാണ് എ. ഡബ്ല്യു എന്താ? 0.2356. ഇതാണ് ഡബ്ല്യു, വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. കാർബണിന്റെ 2356 ആണോ അതോ 65 ആണോ? 2365. ഓക്കെ. കാർബണിന്റെ കേസിൽ ബി എന്താ വരിക? ബി 0.153 gram. കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ്. ഓക്കെ, ഇനി വേഗം ചെയ്തോളി. ഇതോടുകൂടെ ഓർഗാനിക് കെമിസ്ട്രി വിൽ ബി ഓവർ.
കിട്ടിയോ? ഹൈഡ്രജന്റെ പെർസെന്റേജ് കിട്ടിയോ? നോക്ക് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇവിടെ 136 അല്ല 316 ആ കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തതിനനുസരിച്ച് ആൻസർ അവിടെ കിട്ടിയാൽ മതി. കാരണം പബ്ലിക് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് വരുമ്പോഴേ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ക്വസ്റ്റ്യനിൽ 0.316 ഗ്രാം H2O എന്നാണുള്ളത്. അപ്പൊ അങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടൊന്ന് ചെയ്തേ. ബാക്കി ഓക്കെയാണ്. 0.153 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, 0.316 ഗ്രാം വാട്ടർ, 0.2365 gram organic compound. 14.8. 14.8 percentage of hydrogen 14.8 എന്ന് കിട്ടും. മറ്റേത് 17.6. 17.6 percentage of carbon 17.6%. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഈ മെത്തേഡിൽ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാനൊക്കെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടേ വരുള്ളൂ. ഓക്കെ, എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ആ പറഞ്ഞ വർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഞാൻ സാറിനടുത്ത് നോട്ട് അയച്ചു തരാൻ പറയാം. അത് നോക്കിയിട്ട് വർക്ക് ഒന്ന് ആ ഒരൊറ്റ ടോപ്പിക് ഒന്ന് എഴുതിയെടുക്കുക. പിന്നെ നമ്മളെ നോട്ട് വെച്ചിട്ട് തന്നെ ബാക്കി പഠിച്ചാൽ മതി. ദെൻ നിങ്ങൾ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ. ഓക്കെ, വെൽക്കം. താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം.